പാലക്കാട് മലമ്പുഴയിൽ വർക്ക് തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടാണ്, മാസങ്ങളായി തന്നെ പറയാം, കുറേ നാളുകളായി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ റോപ്പിൽ ആളുകൾ വരുന്നുണ്ട്. റോപ്പിൽ നിന്ന് നമ്മുടെ മലമ്പുഴയുടെ കാഴ്ചകൾ, മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ റോപ്പിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് റൗണ്ട് അടിച്ചാൽ കാണാൻ പറ്റും. അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ ഈ കവ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിൽ തിരക്ക് വരുന്നത്. കാരണം മലമ്പുഴ ഉദ്യാനമൊക്കെ അടച്ചത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇരിക്കാനും എന്താ പറയുക, അടിപൊളിയായിട്ട് ഇവിടെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ പാലക്കാട് മലമ്പുഴയിലെ കവ. അപ്പോൾ നമ്മൾ മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് 2 വഴിയിലൂടെ നമുക്ക് കവയിലേക്ക് പോകാൻ പറ്റും. ഇടത് ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കവൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. അവിടെ വേറെ ഒരു തരം കാഴ്ചകൾ നമുക്ക് കാണാം ഈ പോകുന്ന വഴിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തൂടെയും പോകാം നമുക്ക്. പിന്നെ എന്താ പറയുക, ആനക്കൽ വഴി എലിവാലിക്ക് പോകുന്ന ആ ഭാഗത്തൂടെ വന്നാൽ നമുക്ക് ഈ കവൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ വരാനൊക്കെ പറ്റുന്നുണ്ട് കേസ്. 2 ഭാഗത്തും എന്താ പറയുക, അടിപൊളി കാഴ്ചകളാണ്. മലമ്പുഴ ഡാം അടച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഈ 2 ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, അടിപൊളി കാഴ്ചകളും കാര്യങ്ങളും ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഈ വേനൽക്കാലത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ ഒരുപാട് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. മലമ്പുഴ ഡാമിൽ വെള്ളം ഇപ്പോൾ കുറവാണ്. മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം അധികം തിരക്കൊന്നുമില്ല, എന്നാലും ഏകദേശം ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിറയെ കാറുകളിലും ബൈക്കുകളിലൊക്കെ ആയിട്ട് ആളുകളിങ്ങനെ ഈ ഭാഗത്തൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണല്ലോ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഈ കാണുന്ന കാഴ്ചകൾ. ഇപ്പോൾ എന്തായാലും നല്ല മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ നമ്മുടെ മലമ്പുഴയിലെ മലനിരകളിലൊക്കെ അങ്ങനെ മഞ്ഞ് മൂടിയിട്ട് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് ഈ പാറകളിൽ, ഇല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പാറകളുടെ അവിടെയൊക്കെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നല്ല എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല, ഇച്ചിരി കരിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ മേലെ പോയിട്ട് അതിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ താഴെ ഇങ്ങനെ നോക്കിയാൽ മലമ്പുഴ ഡാമൊക്കെ ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേസ്. ഇടയിലിടയിൽ ഞങ്ങളിങ്ങനെ വരാറുണ്ട് മലമ്പുഴ ഉദ്യാനത്തിലേക്കും. തുറക്കുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട്, ഗാർഡനകത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ വരും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും എത്ര മാസമാകും എന്നൊന്നും അറിയില്ല. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ അറിയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യട്ടെ കേസ്. അപ്പോൾ ഇനി വേറെ ലെവലാണ് നമ്മുടെ മലമ്പുഴ ഉദ്യാനം കാണാൻ വേണ്ടിയിട്ട് അവർ അത്രയ്ക്ക് അടിപൊളിയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും വരുന്ന ആളുകൾ എന്തായാലും മലമ്പുഴ ഗാർഡൻ അടച്ചുകൊണ്ട് വരാണ്ടിരിക്കുന്നൊന്നുമില്ല. ഒരുപാട് പേര് സഞ്ചാരികൾ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ ഒക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കവൻ്റെ ഭാഗത്ത് ഒരുപാട് നല്ല കാഴ്ചകളും നല്ല ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മലമ്പുഴ ഡാമിലേക്ക് വരുന്നവർ ഇങ്ങനെ ഈ മലമ്പുഴ കവൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല എന്താ പറയുക, പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ, ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോസിനായിക്കോട്ടെ എന്തിനായാലും നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അത് റോപ്പിലാണ് ഇപ്പോൾ മെയിനായിട്ട് ആളുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ റോപ്പ് നിറയെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മലമ്പുഴ ഉദ്യാനം അകത്തൊക്കെ കാണണമെങ്കിൽ ഈ റോപ്പ് തന്നെയാണ് കേട്ടോ കേസ് ആശ്രയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആളുകൾ റോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളെന്തായാലും ഒന്നും റോപ്പിൽ കയറുന്നില്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന് റോപ്പിലൊക്കെ കയറി മലമ്പുഴൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇനി പോണത് നമ്മൾ എലിവാൽ ഭാഗത്തേക്കാണ് കേട്ടോ. എലിവാൽ ഭാഗത്തേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ പോകുന്നില്ല. കവയുണ്ടല്ലോ, മറ്റേ നമ്മുടെ മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിലൂടെ ഞാൻ പറഞ്ഞല്ലോ 2 വഴിയുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ. അപ്പോൾ ഇനി വേറെ വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നല്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അതും കൂടി പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ റോപ്പ് നിന്ന് ടിക്കറ്റ് എടുക്കില്ല. അതിന് നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ മേലെ കൂടെയുള്ള ആ കാഴ്ചകളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മങ്കീസിനെ കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് മങ്കികളുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പഴനിക്ക് പോകണം ഇതുപോലെ മങ്കികൾ നിന്ന് കാണും. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പഴനിക്ക് പോയപ്പോൾ അധികം മങ്കീസിനെ ഒന്നും അവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഒക്കെ അങ്ങനെ അവിടെ നിന്നൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ചത് കൊണ്ടാവാം എല്ലാവരും ഓരോ വഴികളിലേക്ക് വന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അവിടെ ഒരു കച്ചവടക്കാരനുണ്ട് ഐസ്ക്രീം കേട്ടോ. അവൻ്റെ ഇന്നുള്ള ഐസിൻ്റെ അതൊക്കെ തട്ടിപ്പറിച്ചിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. ഓരോരുത്തർ അവിടെ
അതെന്താ പറയുക 3-4 കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് കുറേ തട്ടിപ്പറിച്ചെടുത്ത് കഴിച്ചതാണ്. സംഭവം എല്ലാം റോട്ടിൽ കിടക്കുന്നത് കണ്ടു കേട്ടോ. നേരെ കാണുന്ന അതുകൊണ്ടല്ലേ എല്ലാം ആ വണ്ടീൻ്റെ താഴെ അതിന് കയറിയെടുത്ത് എല്ലാം അത് നശിപ്പിച്ച് താഴെ ഇട്ടിട്ടാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ വഴിയിലൂടെ വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ, കവയിലേക്കുള്ള കാഴ്ചകളാണ്. ഇവിടെയാണ് ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. 2-3 പനകളും ഒക്കെ നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഞങ്ങൾ. അപ്പോൾ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു എന്താ പറയുക ഒരു അടിപൊളി ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിന് മേലെ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയിൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഒന്ന് അവർ ലീവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ സ്പോട്ട് എത്തിയിട്ട് കേസ്. അപ്പോൾ ഇതാണ് കവയിലേക്ക് നമ്മളിവിടെ ഒരുപാട് പേര് ഇവിടെ കുറേ ഊഞ്ഞാലുകളും കാര്യങ്ങളും പിന്നെ നമ്മൾ കവയിലേക്ക് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. നിറയെ സഞ്ചാരികൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഫുഡ് നല്ല മീൻ കറികളും കപ്പയും മീനും അങ്ങനെ ഒരുപാട് ഫുഡുകളും കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേ നേരെ പോയി കഴിഞ്ഞാലാണ് എലിവാൽ ലാസ്റ്റ് ഗ്രാമം, അതായത് മലമ്പുഴയിലല്ല ലാസ്റ്റ് ഗ്രാമമായിട്ടുള്ള എലിവാൽ എന്നുള്ള സ്ഥലം. ഇതിൽ നിന്ന് നേരെ നമുക്ക് പോകണം കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു സൺസെറ്റൊക്കെ കാണാമെന്നും പറഞ്ഞ് ഞാനും സൗവും കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഊഞ്ഞാലിലിരുന്ന് കുറേ ദിവസങ്ങളായി ആടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കയറി ഇരിക്കുകയാണ്. സൗമ്യ ആട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ പാലക്കാട് കോട്ടയിലാണ്. ഞങ്ങളുടെ കോട്ടയിലെ ഒരു വീഡിയോ എടുത്തത് 10 മില്യൺ ആവാനായിട്ട് കേസ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഒന്നുകൂടി കോട്ടയിൽ വന്ന് ഈ ആമകളുണ്ടല്ലോ, ഈ ആമകളുടെ വീഡിയോസാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോട്ടയിലെ ആമക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് 10 മില്യൺ അടുത്ത ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറേ ഫോളോവേഴ്സ് വന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് കേസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കോട്ടയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സഞ്ചാരികൾ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുള്ളവരിന് ഒരുപാട് പേരിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേസ്. ഒരുപാട് പേരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ്, ഷിജു മിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലാണ് എല്ലാവരും നമ്മളെ കണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ഷിജു മിയ എന്നാണ്. ഫേസ്ബുക്കിലും ഷിജു മിയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ ഞങ്ങളെ പോലുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര ഒരുപാട് സന്തോഷമായിട്ട് കേസ്. നമ്മൾ വീടിരുന്നു, ഒരുപാട് പേര് നമ്മുടെ വീടിൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയുള്ള വീഡിയോകളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടെ കേസ്. ഓക്കെ, ബൈ.